ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെയും ലക്ഷദ്വീപ് മുത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇത് ലക്ഷദ്വീപിൻ്റെ കവരത്തി ദ്വീപാണ്. സൂര്യാസ്തമയ സമയമായതുകൊണ്ടാണ് നമ്മളൊന്ന് വീഡിയോ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നല്ലൊരു കാഴ്ചകളൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചെറിയ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളൊക്കെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അങ്ങ് അവിടെ ദൂരെ കാണുന്നത് ബാർജാണ്. ബാർജ് എന്ന് വെച്ചാൽ ചരക്കെല്ലാം കൊണ്ടിരുന്ന കപ്പലാണത്. അപ്പോൾ അത് കവരത്തി ദ്വീപിൽ ഇപ്പോൾ നമുക്ക് ദൂരോട്ടിരിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം നല്ല സായന കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വളരെ വർണ്ണവിസ്മയമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ എന്ന് തന്നെ പറയാം. ആർക്കും ഒരു നഷ്ടം വരില്ല. ഇനി നല്ല നല്ല അടിപൊളി കാഴ്ചകൾ മുന്നോട്ടുണ്ട് കേട്ടോ. മുന്നോട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സായന കാഴ്ച ഇനി കുറച്ചും കൂടെ ഒന്ന് ഭംഗി ആസ്വദിച്ച് കാണാൻ പറ്റും. ഇതിപ്പോൾ രാത്രിയുടെ ചെറിയ ഒരു സന്ധ്യാമായി ഏകദേശം ഒരു 8-8:30 മണീൻ്റെ ഉള്ളിലത്തെ സമയം കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാർജുകളൊക്കെ വന്ന് ഇതെടുക്കുന്ന ഫിഷറീസ് ജെട്ടിയുണ്ട്. ഫിഷറീസ് ജെട്ടിയാണിത്. അപ്പോൾ അവിടെ ഇന്ന് കാണുന്ന കാഴ്ച എങ്ങനത്തെ മനോഹരമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചൂണ്ടയിടാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചൂണ്ടയിട്ട് പിടിക്കാൻ പറ്റിയത് കേരളത്തിലൊക്കെ അതിനെന്താ പേരെന്നറിയില്ല, പക്ഷേ ഇവിടെ പറയുന്ന പേര് മലഞ്ഞി എന്നാണ്. അപ്പോൾ അതിനെ പിടിച്ച് കരക്കേറ്റിടുക. കരക്കേറ്റിട്ട് ചെറിയ ചെറിയ കുഞ്ഞുങ്ങളാട്ടോ. കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ തീരെ ചെറുതല്ല, അത്യാവശ്യം വലിപ്പമുണ്ട്. മീനിൻ്റെ ആകൃതി തന്നെയാണുള്ളത്. നിങ്ങളുടെ നാട്ടിൽ അതിനെന്താ പേര് പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് നമുക്ക് കാണാൻ കിട്ടിയിട്ടുണ്ട്. അതിവിടെ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഗാംഭീര്യതയും ഇനി അതിനോടൊപ്പം തല്ലുപിടുത്തമൊക്കെ ഉണ്ടതിൽ. അപ്പോൾ അതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അതാണ് നമ്മൾ ഇത് കാണാൻ നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം കാര്യപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ അത് കാണാണ്ടിരിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. ഇനി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറെക്കുറെ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പിന്നെ കമൻറ്റുകൾ നൽകുക. എന്താ ഇതുപോലുള്ള ചൂണ്ടയിൽ പിടിച്ച് മേലോട്ട് ഇട്ട സംഭവമാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതാരണം അവിടെ കിടക്കുന്നുണ്ട്. അടുത്തുണ്ട് എല്ലാ ജീവനുള്ള സാധനമാണ്. ഇതിൻ്റെ ഇത് വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ്. ഇപ്പോൾ രാത്രി ആയതാണ് വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവ് വരുന്നത്. അപ്പം ഇതിൻ്റെ പലവിധ വെറൈറ്റീസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് കാണുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കാണുക. ഇതിൻ്റെയൊക്കെ ഞാനൊന്ന് ഫോട്ടോ എടുത്തൊന്ന് ഇട്ട് കാണിച്ചാണ്. അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ തല്ലെടുത്തങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുമ്പോൾ അതിൽ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ലൈക്ക്, കമൻറ്റ്, ഷെയർ നിങ്ങൾ യാതൊരു കാരണവശാലും കുറയ്ക്കേണ്ട. അത് നമ്മുടെ ഗ്രൂപ്പിന് ഏറ്റവും ഗുണം ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും കൂടുതലുണ്ടാവും. നമുക്ക് വീഡിയോ ചെയ്യാനുള്ള നല്ലൊരു പ്രചോദനമാണ് അത് നൽകുക. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കുക. പലർക്കും ഇത് കാണാൻ പറ്റുന്ന കാഴ്ചയല്ല. പലർക്കും അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് മറ്റുള്ളവർക്ക് കൂടെ അയച്ചെത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ വളരെ മനോഹരമായ ഒരു അടിപിടിയൊക്കെ ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. രണ്ടെണ്ണത്തിൻ്റെ കരയിലേക്ക് പിടിച്ചിട്ടപ്പോഴത്തേനും അത് തമ്മിലുള്ള ഒരു അടിപിടിയൊക്കെ നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക. പിന്നെ നിങ്ങളുടെ എല്ലാവരെയും കൂടി എനിക്ക് ഒരുപാട് സന്തോഷം കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല കണ്ടോ കരക്ക് കയറിയിട്ട് അതിന് പ്രാണമായി കിട്ടാനില്ല, എന്നിട്ട് അടിപിടിക്കൊരു കുറവുമില്ല. അതാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇങ്ങനൊരു ഇത് കിട്ടിയതും. പിന്നെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.